നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞായറാഴ്ചകളിൽ ദേവാലയങ്ങളിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് ഏറ്റവും മനോഹരവും അർത്ഥപൂർണവുമായി അനുഭവമാക്കി മാറ്റാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ഇടവക സമൂഹങ്ങളോടും വൈദികരോടും ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിൽ നടന്ന ജനറൽ ഓഡിയൻസിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിവ്യബലി കേവലം കടമ തീർക്കാനുള്ള ആചാരമല്ല, മറിച്ച് ഉദ്ധിതനായ ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലാണ്. കുർബാന മധ്യേയുള്ള പ്രസംഗങ്ങൾ ദൈവവചനത്തെ അനുദിന ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതും ലളിതവും ആത്മീയ പ്രചോദനം നൽകുന്നതുമായിരിക്കണം. യുവാക്കളും വയോധികരും ഉൾപ്പെടെയുള്ള മുഴുവൻ ഇടവക സമൂഹത്തിനും സജീവമായി പങ്കുചേരാൻ സാധിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ദേവാലയങ്ങളിൽ എത്തുന്ന എല്ലാവരെയും സ്നേഹത്തോടും സാഹോദര്യത്തോടും സ്വീകരിക്കുന്ന അന്തരീക്ഷം വളർത്തിയെടുക്കണമെന്നും പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. കൊളംബിയയിലുണ്ടായ ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് 1 ലക്ഷം യൂറോ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് ലിയോ 14 പാപ്പ. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും വീടുകളും ദേവാലയങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാപ്പയുടെ ഈ പ്രഖ്യാപനം. കൊളംബിയൻ ബിഷപ്പ് കോൺഫറൻസ് മുഖേനയായിരിക്കും ഈ തുക ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിക്കുക. പൊതു കൂടിക്കാഴ്ച വേളയിലും ടെലിഗ്രാം സന്ദേശത്തിലൂടെയും മാർപ്പാപ്പ കൊളംബിയൻ ജനതയോടുള്ള തന്റെ ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും അറിയിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന പാപ്പ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷാപ്രവർത്തകരുടെ സേവനങ്ങളെ അഭിനന്ദിച്ച പാപ്പ അവർക്ക് ആവശ്യമായ ആത്മീയ കരുത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിൽ കുർബാനയ്ക്കിടെയുണ്ടായ അതിക്രമം ചോദ്യം ചെയ്തതിന് അറസ്റ്റിലായ 9 കത്തോലിക്ക വിശ്വാസികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മതപരിവർത്തനം ആരോപിച്ചും അക്രമം അഴിച്ചുവിട്ടും പള്ളിയിൽ അതിക്രമിച്ചു കയറിയ തീവ്ര ഹിന്ദുത്വ സംഘത്തെ ചെറുത്തതിനാണ് ഇടവകക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് കത്തോലിക്ക വിശ്വാസികൾ നൽകിയ പരാതി പോലീസ് അവഗണിക്കുകയും അക്രമികളുടെ പരാതിയിൽ വധശ്രമവും മതപരിവർത്തന നിരോധന നിയമവും ചുമത്തി 9 വിശ്വാസികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മെയ് മാസം മുതൽ ജയിലിൽ കഴിയുകയായിരുന്ന ഇവരുടെ ജാമ്യ അപേക്ഷ കീഴ്ക്കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിയിൽ സഭാ അധികാരികൾ ആശ്വാസം രേഖപ്പെടുത്തി. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനം യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ മരിയൻ പ്രതിമ അനാച്ഛാദനം ചെയ്യാനൊരുങ്ങി പോളണ്ട്. പോളണ്ടിലെ കൊണോട്ടോപ്പിക്ക് അടുത്തുള്ള ഗ്രാമപ്രദേശത്ത് 55.6 മീറ്റർ ഉയരത്തിലാണ് മാതാവിന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ മരിയൻ സ്മാരകമായി ഈ പ്രതിമ ഇനി അറിയപ്പെടും. ദൈവത്തെ മറന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ വിശ്വാസത്തിന്റെ ശക്തമായ പൊതു അടയാളമായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ പോളിഷ് വ്യവസായി റോമൻ കാർക്കോസിക്കും ഭാര്യയുമാണ്. അമേരിക്കയിലെ കാത്തലിക് ബിബ്ലിക്കൽ അസോസിയേഷന്റെ അധ്യക്ഷയായി ജൂത ദൈവശാസ്ത്ര പണ്ഡിതയായ ആമി ജിൽ ലെവിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയുടെ 88 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ജൂത പണ്ഡിത ഈ പദവിയിലെത്തുന്നത്. പ്രൊഫസറായ ഇവർ പുതിയ നിയമത്തിലും ജൂത പഠനങ്ങളിലും പ്രശസ്തയായ പണ്ഡിതയാണ്. 1936 അമേരിക്കൻ കത്തോലിക്ക ബൈബിൾ പണ്ഡിതന്മാർ ആരംഭിച്ച സംഘടനയാണ് കാത്തലിക്കൽ ബിബ്ലിക്കൽ അസോസിയേഷൻ. ആഗോളതലത്തിൽ 1000-ലധികം അംഗങ്ങളുള്ള ഈ പ്രസ്ഥാനത്തിൽ കത്തോലിക്കരും അല്ലാത്തവരുമായ നിരവധി ദൈവശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആമി ജിൽ ലെവിൻ. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.